ഹായ് ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ കില്ലർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്നെ ആർക്കാണ് കൂടുതൽ അറിയുന്നത്, അതായത് ഹൂ നോസ് മീ ബെറ്റർ, അമ്മയ്ക്കാണോ അപ്പൂനാണ്? എനിക്ക് ഇതിപ്പോ ഇവിടെ ഇപ്പൊ അറിയാമോ നിങ്ങൾ രണ്ടുപേരും കൂടെ? സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെയാണ് എന്നെ കൂടുതൽ അറിയാവുന്നതാണ് എന്റെ വിശ്വാസം. അമ്മയ്ക്കാണല്ലോ അല്ല, ഞാൻ പറഞ്ഞ അമ്മയ്ക്കാണ് എന്നെ കൂടുതൽ അറിയാവുന്നത്. അമ്മയാണ് 4 കൊല്ലം കൂടുതൽ എന്നെ ആർക്കാണ് ഇവിടെ നമുക്കറിയാം. സീക്രട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല, എന്നെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. പണിഷ്മെന്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പൊ അമ്മയാണ് ആദ്യം പറയുന്നെങ്കിൽ അമ്മയ്ക്ക് പോയിന്റ്, ഇപ്പൊ നീയാണ് ആദ്യം പറയുന്നെങ്കിൽ നിനക്ക് പോയി. ഓക്കെ, റെഡിയാണോ? ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? എന്നാ കോൺഫിഡൻസ്. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് കണ്ട എല്ലാം പിന്നെ ഞാൻ ഇങ്ങനെ മറ്റേ നമ്മൾ ഇന്റർനെറ്റിൽ നോക്കി എടുത്തിട്ടുള്ളതാണെങ്കിലും ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കണം. അല്ല, ക്വസ്റ്റ്യൻസിനെയാണോ? അല്ല, എന്നെ കുറിച്ച് തന്നെ. അല്ല, നിന്നെ കുറിച്ച് തന്നെയാണോ ക്വസ്റ്റ്യൻ? അല്ല, ക്വസ്റ്റ്യനെ കുറിച്ച് തന്നെ. അല്ല, കുറച്ച് ഇന്റർനെറ്റിൽ നോക്കിയുള്ളൂ. ഓക്കെ, എന്റെ ഓക്കെ, വാട്ട് ഈസ് മൈ സെലിബ്രിറ്റി ക്രഷ്? അല്ല, ഹൂ ഈസ് മൈ സെലിബ്രിറ്റി ക്രഷ്? ഇപ്പത്തെ ഇത് ഏത് ഭാഷയിലെ നടിയാണെങ്കിലും പറയാൻ പറ്റും. അതൊന്നുമില്ല, പറഞ്ഞോ. ഇപ്പത്തെ ആണെങ്കിൽ ആരാ? ഇതെന്താ ഇപ്പത്തെ പഴയത്? ഇതെന്താ എനിക്ക് നാട്ടിൽ മുഴുവൻ ക്രഷോ? അല്ലെ, ചോദിക്കണല്ലോ. സെലിബ്രിറ്റി ക്രഷ് പെണ്ണല്ലേ? ആ, അല്ല ആണോ? ഞാൻ ചിന്തിക്കട്ടെ. സെലിബ്രിറ്റി ക്രഷ് പറഞ്ഞോ. പറ. വെച്ചുവിന്റെ ഒരു സ്വഭാവം വെച്ച് അല്ല, അങ്ങനെയല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ഹിന്ദി നടിയാണോ മലയാളം നടിയാണോ അതൊന്നും പറയാൻ പറ്റും അല്ലേ അമ്മ? അതൊന്നുമില്ല. ഏത് നിനക്ക് ഇഷ്ടം? ഏത് പെണ്ണ്? ഏത് സിനിമ? ജാൻവി കപൂർ. ജാൻവി കപൂർ. അപ്പൂന് പോയിട്ടോ? ഇനി അപ്പൂന് പറയാൻ അവസരമില്ല, അമ്മയും കൂടെ പറഞ്ഞു. ആ പോട്ടെ, അമ്മയ്ക്ക് അറിയില്ലോ. അമ്മ ഒരു പേര് പെട്ടെന്ന് പറഞ്ഞേ. അമ്മയ്ക്കും അറിയില്ല കേട്ടോ. സെലിബ്രിറ്റി ക്രഷ് അറിയില്ല. എന്റെ സെലിബ്രിറ്റി ക്രഷ് ഇവർക്ക് 2 പേർക്കും അറിയില്ല. ഈ വെരി ബാഡ്. തമന്ന. പണ്ടും ഇന്നും എനിക്ക് തമന്നെ ഇഷ്ടം. അപ്പൊ ബദ്രിനാഥ് സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തമിഴിന്റെ ഇഷ്ടം അത് പണ്ടല്ലേ, അതിനിപ്പാണ് ഞാൻ കഴിഞ്ഞ പോസ്റ്റ് സ്റ്റാറ്റസ് റീൽസ് കണ്ടപ്പോ ഞാൻ പറഞ്ഞത് തമിഴിനെ കൊള്ളാതെ. അന്നും ഇന്നും തമിഴിനെ. വേഴ്സ് മൈ ബിഗ്ഗസ്റ്റ് ബർത്ത് മാർക്ക്? എന്റെ മേത്തൊരു മറുക്, വലിയ മറുകുള്ളത് എവിടെയാ? എവിടെ? നീ പറയൂ, അല്ല അമ്മ പറയൂ, പറ. മുഖത്തൊക്കെ കഴുത്തിലെ പുറകെ അമ്മ കാണിച്ച് കഴുത്തായിരുന്നു, പക്ഷെ പുറകിലല്ല. ഇവിടെ തേടാ മറുക്, ഇതിന്റെ വലിയൊരു മറുക. അതങ്ങനെയില്ല, പുറകെ നമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അതിൽ പോയി 2 പേർക്കും പോയിട്ടില്ല. ആരും ജയിച്ചില്ല ഇവിടെ. വാട്ട് കളർ ആർ മൈ ഐസ്? എന്റെ കണ്ണിന്റെ കളർ. അപ്പൂനൊരു പോയിന്റ്. വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ ടു വെയർ? ബ്ലാക്ക്. 2 പേരും ഒരേ സമയം കൊണ്ട് പറഞ്ഞാൽ നമുക്ക് 1.5 മാർക്ക് കൊടുക്കാം. അമ്മയ്ക്ക് 1.5 മാർക്ക്, അപ്പൂന് 1.5 മാർക്കായേ. വാട്ട്സ് മൈ ഫേവറേറ്റ് സീസൺ? വിന്റർ. മൺസൂണാണ്. വിന്റർ. നവംബർ, ഡിസംബർ കാലഘട്ടത്തിലല്ലേ ഞങ്ങളൊക്കെ ഓണായി നടക്കാം. അമ്മ 0 ആകുമോ? 2.5 പോയിന്റുമായി അപ്പു മുന്നേറുകയാണ് ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഡു ഐ ലൈക്ക് മോർ, സ്വീറ്റ് ഓർ സാൾട്ടി സ്നാക്സ്? സാൾട്ടി. അമ്മ പറഞ്ഞല്ല, അപ്പു പറഞ്ഞില്ലോ 3.5 പോയിന്റ്. അമ്മ ചാടി കയറി പറഞ്ഞു കേട്ടോ. അമ്മ വളരെ മോശം, വളരെ മോശം പോലെയാ. 3.5 മാർക്കുമായി അപ്പു. എന്റെ അനിയനാണ്. അമ്മയായി വാ, തിരിച്ചു വാ. ഓക്കെ, വാട്ട്സ് മൈ ഡ്രീം ജോബ്? ഇപ്പൊ ഉള്ള ജോലിയല്ല, അതായത് എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജോലി. അമ്മയ്ക്ക് പോയിട്ട് കിട്ടിയിരിക്കാൻ കഫേ. യെസ്,
അമ്മയ്ക്ക് 1 പോയിന്റ്, അപ്പുന് 3.5 പോയിന്റുമായി അപ്പു നിൽക്കുകയാണ് ഗൈസ്. 3.5 1 മാർക്ക്. ഓക്കെ. What's a country I would like to visit in the future? Which is the country? എനിക്ക് ഫ്യൂച്ചറിൽ വിസിറ്റ് ചെയ്യാൻ ആയിട്ട് ആഗ്രഹമുള്ള തായ്ലാൻഡ്. അപ്പു അമേരിക്ക. രണ്ടുപേരും തെറ്റി. എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്നല്ലേടാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മള് കൊടൈക്കനാലൊക്കെ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് സ്വിറ്റ്സർലാൻഡ്. തായ്ലാൻഡിൽ പോകണമെന്ന് വെച്ചിട്ട് എന്റെ ഫേവറേറ്റ് അല്ലേ ഞാൻ പറഞ്ഞത്. തായ്ലാൻഡ് ഇവിടെ നമുക്ക് ചീപ്പായിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നു. ചില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഞാനൊരു മോർണിംഗ് മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? അപ്പൊ ആരാരം മാർക്ക്. അപ്പൊ അമ്മയ്ക്ക് 1.5 പോയിന്റ്, അപ്പോഴും 4 പോയിന്റ് ആയിരിക്കുകയാണ് ഗൈസ്. 4 പോയിന്റ്. യെസ്. പിടിക്കാൻ പറ്റുമോ? ഓക്കെ. ഡു ഐ പ്രിഫർ ടു സ്റ്റേ ഇൻ ഓർ ഗോ ഔട്ട് ഓൺ സാറ്റർഡേ? അതായത് ഞാൻ ശനിയാഴ്ച വീട്ടിൽ ഇരിക്കാനാണോ ആഗ്രഹിക്കുന്നത്, പുറത്തു പോകാനാണോ ആഗ്രഹിക്കുന്നത്? ഇത് ആരാരം മാർക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ അപ്പു 4.5, അമ്മ 2.5 പോയിന്റ് ആയിരിക്കുകയാണ്. അല്ല 2 പോയിന്റ് ആയിരിക്കുകയാണ് അമ്മ. അപ്പു 4.5 ആയിട്ടും അമ്മ. If I were a superhero, what would be my superpower? അതായത് ഞാൻ ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് വിചാരിക്കും. ഞാൻ ഇപ്പൊ കാണാൻ നമ്മുടെ കോമിക്സിലൊക്കെ ഉള്ള സൂപ്പർ ഹീറോ ആണെങ്കിൽ ഞാൻ അതില് ആരെ തിരഞ്ഞെടുക്കും, ആരുടെ പവർ ആയിരിക്കും എനിക്ക് വേണ്ടത്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, എനിക്ക് ഇഷ്ടമുള്ള, ഞാൻ ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ അപ്പൊ ഏത് പവർ ഞാൻ ചൂസ് ചെയ്യും? അമ്മ പറ. നീ പറഞ്ഞു. ഇനി നിനക്ക് പറയാൻ പറ്റൂല. അപ്പോട്ട് പോയി. ശക്തിമാൻ. പക്ഷെ അതല്ല, ഞാൻ സ്പൈഡർമാൻ ആവാൻ ആഗ്രഹിക്കുന്നത്. നമ്മിങ്ങനെ പശു വിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കാലോ. അല്ലല്ല, എനിക്ക് ഇഷ്ടമുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റും. എനിക്ക് സ്പൈഡർമാനെ ഇഷ്ടം. നീ കണ്ടിട്ടില്ലേ ആ സ്പൈഡർമാന്റെ ഏത് ബിൽഡിങ്ങും പിടിച്ചു കയറാം. ഓക്കെ. വാട്ട് പൊസിഷൻ ഡു ഐ സ്ലീപ്പ് ഇൻ? ഞാൻ എങ്ങനെയാ കിടന്നുറങ്ങാം? അപ്പു തെറ്റി. അപ്പുന്റെ പോയി. അമ്മ എങ്ങനെയാ കിടന്നു ഏത് പൊസിഷനിലാണ് ഉറങ്ങാം? ഇങ്ങനെയാണോ നേരെയാണോ? രണ്ടുപേരും പോയിരിക്കുകയാണ്. രാവിലെ ഞാൻ ശരിക്കും ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കിടക്കാം. പക്ഷെ എങ്ങനെ ഉറങ്ങി പോകുന്ന അറിയില്ല. അത് പറഞ്ഞിട്ട് കാര്യം അത് ബാലൊന്നുമില്ല. അതൊന്നും സമ്മതിക്കാൻ പറ്റുന്ന അല്ല ഗൈസ്. അല്ല നീ എങ്ങനെ ഞാൻ കിടന്നുറങ്ങുമ്പോ കിടന്നേരല്ലേ? നീ അങ്ങനെ കിടക്കുന്നു ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങള് രാവിലെ കാണുമ്പോ നീ ഉറങ്ങി കഴിഞ്ഞിട്ടില്ലേ? രാവിലെ എങ്ങനെ അടുത്ത് ചോദിക്കും. ക്യാറ്റ് ഓർ ഡോഗ് പേഴ്സൺ? അപ്പുന് പോയിന്റ്. അതേപോലെ പറഞ്ഞ അപ്പു 5 പോയിന്റ് കഴിച്ചു. 5 പോയിന്റ്. അമ്മ പെട്ടെന്ന് പറ. Am I an introvert or extrovert? അപ്പു 6 പോയിന്റ് പോയി. അപ്പു വന്നിരിക്കുകയാണ്, മുന്നിൽ കയറുകയാണ്. If I could time travel, would I travel to past or future? അതായത് ഞാനിപ്പോ ടൈം ട്രാവൽ ചെയ്യണം, എനിക്ക് ഫ്യൂച്ചറിലോട്ടോ പാസ്റ്റിലോട്ടോ പോവാൻ പറ്റുമെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോവാ? അമ്മയ്ക്ക് പോയിന്റ്. 3 മാർക്ക്. ഞാൻ പാസ്റ്റിൽ പോയിട്ട് സോറി അമ്മ, പാസ്റ്റിൽ പോവാണെങ്കിൽ അപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ചെറുപ്പത്തിലുള്ള എന്നോട് പോയി പറയാനോ ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കും, അപ്പൊ റിച്ച് നോക്കി കണ്ടൊക്കെ നടന്ന സെറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ഏതാ പോരാ. നമ്മുടെ നിലവനെയല്ലേ കാണാൻ പറ്റുള്ളൂ. ബാഡ് ഐഡിയ റൈറ്റ്. ഓക്കെ. മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? എനിക്ക് ഏറ്റവും പേടിയുള്ളത് എനിക്ക് പ്രേതത്തിനെ പേടിയില്ല. പാമ്പിന് പേടിയുണ്ട്, പ്രേതത്തിന് പേടിയുണ്ട്. പാമ്പിന് പ്രേതത്തിനൊക്കെ പേടിയുണ്ട്. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ എഴുതിയത് അതല്ല. ഹൈറ്റിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഹൈറ്റിൽ നിന്ന് മറ്റേ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന് താഴോട്ട് നോക്കുമ്പോ എനിക്ക് പേടിയുണ്ട്, കാല് വരക്കുന്നുണ്ട്. ഹൈറ്റ് ആണ്. ഞാൻ പറയട്ടെ, ഇനി ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഞാനാണല്ലോ അപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 5
ആ 3 മാർക്കേ ഉള്ളു അമ്മയ്ക്ക്. ബാക്കി നിന്നെ പറ്റിയുള്ള വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞങ്ങള് മണിമണി പോലെ പറഞ്ഞേനെ. ഓ പിന്നെ കലക്കേന്ന് പോയാ അവന് ഇത് ഈ ക്വസ്റ്റ്യൻ കൊള്ളില്ല. അതൊന്നുമല്ല, അപ്പു ജയിച്ചു. ക്വസ്റ്റ്യൻ അപ്പു ജയിച്ചു, ആ ചെക്കൻ ജയിച്ചു. അമ്മ എത്ര കൊല്ലമായിട്ടെ കാണുന്നത് എന്റെ ഗൈസ്. അപ്പൊ നമ്മുടെ ചെക്കൻ ജയിച്ചിരിക്കുകയാണ്. ഈ പൊട്ട ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞിട്ട് ചാമ്പ്യൻ. ഞാൻ എല്ലാത്തിനും സ്ഫുടതയോടെ ഉത്തരം പറഞ്ഞു. പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചു. ആറ് പേഴ്സണലായിട്ടോ എന്റെ പേഴ്സണലായിട്ടോ എന്താ അമ്മ ഉദ്ദേശിക്കുന്നത്? അമ്മ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഞാൻ അമ്മ ഉദ്ദേശിച്ച ആ പേഴ്സണൽ ക്വസ്റ്റ്യന്റെ ഒരു ക്വസ്റ്റ്യൻ എന്നോട് അമ്മ ചോദിച്ചു. വേണ്ട, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണ്ട, പ്രശ്നങ്ങളാവും. അപ്പൊ ഗൈസ് വീഡിയോ ഹായ് അക്കട് വന്നിട്ടുണ്ട് ഗൈസ്. അക്കട് ഇവിടെ അപ്പുറത്തെ വീട്ടില് കളിക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. വലിയ ഫാഷനിലൊക്കെ ഒരുങ്ങി വന്നേക്കുള്ളൂ. വീഡിയോ എടുക്കുന്ന ഞങ്ങള് വീഡിയോ എടുക്കുന്ന പറഞ്ഞു ഗൈസ്. അപ്പൊ ഒരുക്കി സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. പുതിയ ഡ്രസ് കാണും ഗൈസ്. ഓക്കെ അക്കട് നീ അറിഞ്ഞോ? അമ്മയെക്കാളും കൂടുതൽ അപ്പൂനാണ് എന്നെ കൂടുതൽ അറിയുന്നത്. അക്കടൂര് കൂട്ടണ്ടായിരുന്നു. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ അത് പറയണോ? അതിനാണ് കാര്യമുള്ളത്. ഉത്തരം പറയുമ്പോഴാണ് നമ്മളൊരു ചാമ്പ്യനാണ്. അല്ലാതെ ഇവന്റെ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാനിത് കുറച്ച് പോയിട്ട് ഫസ്റ്റ് പോയിട്ട് ഒന്നും കിട്ടില്ല. അതന്നെ. അപ്പൊ ശരി ഗൈസ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ കുറിച്ച് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായില്ലേ ഗൈസ്? അപ്പൊ ഇതാണ് ഞാനാ ചാമ്പ്യൻ. ചാമ്പ്യൻ. അപ്പൊ നിനക്ക് എന്തെങ്കിലും ബർഗർ വെച്ചൊക്കെ അക്കടൂര് ഫസ്റ്റ് കിട്ടില്ല. അക്കടു മച്ചനാട്ടോ. അപ്പൊ ശരി ഗൈസ്. അപ്പം ബൈ ബൈ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബെൽ ബട്ടൺ തല്ലിപ്പൊട്ടിക്കാൻ മറക്കരുത് ഗൈസ്. പിന്നെ മറ്റെന്തോ ചെയ്യാൻ പറയുന്നത് സബ്സ്ക്രൈബ് ടിങ് ടിങ് ബട്ടൺ ഞെക്കിക്കോ. ബൈ ബൈ.